ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? രാവിലെ നമ്മളിന്ന് ഒരു കപ്പ് കാപ്പി കുടിച്ചു. അതിനുശേഷം നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് നമുക്ക് കറിക്കായി കിട്ടിയ മീൻ എന്താണെന്ന് നോക്കാം. ചെറിയ അയിലയാണ് നമുക്ക് കിട്ടിയത്. നല്ല പച്ച അയിലയാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. നമ്മളിന്ന് കുറച്ച് മാത്രമേ ഇത് കറി വെക്കാനായി എടുക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ 2 പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് ബാക്കി വരുന്ന മീൻ നമുക്കിതുപോലെ കണ്ടെയ്നറിലാക്കി വെള്ളം നിറച്ച് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ കുറേ നാൾ കേടുകൂടാതെ പുതിയതുപോലെ തന്നെ ഇരിക്കും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മളിതെടുത്താലും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. വെള്ളം ഒഴിച്ച് വെക്കാൻ മറക്കല്ലേ. ഇന്നത്തെ നമ്മുടെ ആവശ്യത്തിനുള്ള മീൻ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആവശ്യമായ മീൻ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ച് ഫ്രൈ ആക്കാനുള്ള മസാല പുരട്ടി നമുക്ക് വെക്കാം. ബാക്കി മീൻ നമ്മൾ പീര വെക്കാനുമാണ് പോകുന്നത്. ഫ്രൈ ആക്കാനുള്ള മീനിൽ നമ്മൾ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, ഉപ്പ് ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. ലേശം വിനാഗിരി കൂടി നമ്മളിതിലേക്ക് ചേർത്താണ് പുരട്ടി വെക്കുന്നത്. വിനാഗിരിക്ക് പകരം ലേശം നാരങ്ങാനീര് ചേർത്താലും മതി. പീര വെക്കാൻ ആവശ്യമായ മീൻ നമ്മൾ തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ചുവന്നുള്ളി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് ചതച്ചെടുത്ത് നമ്മൾ പീര വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചാറുകറിയായിട്ട് നമ്മൾ സാമ്പാറാണ് വെച്ചത്. മീൻ ഫ്രൈയും മീൻ തോരനും സാമ്പാറുമാണ് ഇന്നത്തെ നമ്മുടെ കറികൾ. മസാലയെല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ചോറും കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് കഴിച്ചാലോ? മീൻ തോരൻ, മീൻ ഫ്രൈ, സാമ്പാർ, പിന്നെ നമ്മൾ കുറച്ച് കോവയ്ക്ക മെഴുക്കുവരട്ടി വെച്ചു. കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് കഴിച്ചാലോ? പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ